മാധ്യമങ്ങളെ പരിഹസിച്ച് കണ്ണൂർ ജില്ലാ പഞ്ചായത്ത് മുൻ പ്രസിഡന്റ് പി ദിവ്യ. മാധ്യമങ്ങൾക്ക് ഇടതുപക്ഷ വിരുദ്ധത മാത്രം. കോൺഗ്രസിനും ബിജെപിക്കുമൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് കേരളത്തിലെ മാധ്യമങ്ങളെന്നും പി ദിവ്യയുടെ വിമർശനം. ഡിവൈഎഫ്ഐ കുറ്റിക്കോലിൽ സംഘടിപ്പിച്ച സമരസംഗമത്തിലാണ് വിമർശനം. അർച്ചന രവീന്ദ്രൻ നൽകും വിശദാംശങ്ങൾ. അർച്ചന, ഏത് സാഹചര്യത്തിലാണ് പി ദിവ്യയുടെ ഈ വിമർശനം? ശ്രുതി, ഡിവൈഎഫ്ഐ കുറ്റിക്കോലിൽ സംഘടിപ്പിച്ച സമരസംഗമത്തിലാണ് ഇത്തരത്തിലൊരു വിമർശനം പി ദിവ്യ ഉന്നയിച്ചത്. കാര്യമായും മാധ്യമങ്ങളെയായിരുന്നു പരിഹസിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയായിരുന്നു. മാധ്യമങ്ങൾക്ക് ഇടതുപക്ഷ വിരുദ്ധത മാത്രമാണെന്നുള്ളതാണ് ഇപ്പോൾ പി ദിവ്യ വ്യക്തമാക്കിയിരിക്കുന്നു. അതുപോലെ തന്നെ കോൺഗ്രസിനും ബിജെപിക്കുമൊപ്പം ചേർത്ത് വായിക്കേണ്ടതാണ് കേരളത്തിലെ മാധ്യമങ്ങളെന്നും പി ദിവ്യയുടെ വിമർശനം ഉണ്ടായിരിക്കുന്നു. അത്തരത്തിൽ മാധ്യമങ്ങൾക്കെതിരെ വലിയൊരു ഗുരുതരമായ വിമർശനം തന്നെയാണ് പി ദിവ്യ ഉന്നയിച്ചിരിക്കുന്നതും. പി ദിവ്യ എന്ന പേര് പോലും ഇപ്പോൾ വാർത്തയാണെന്നാണ് ഇപ്പോൾ ഒരു പരിഹസിച്ച ഒരു സംസാരത്തിലാണ് അവർ പറഞ്ഞിരിക്കുന്നതും. എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ മാധ്യമങ്ങൾക്ക് മേലെയാണ് ഉണ്ടായിരിക്കുന്നതും. CPM-നെതിരെ ഒരു വാക്ക് പറഞ്ഞാൽ തന്നെ മാധ്യമങ്ങൾ മഹാലക്ഷ്മിയാക്കുമെന്നും പി ദിവ്യ ഒരു വിമർശനമായി തന്നെ ഉന്നയിച്ചിരിക്കുന്നു. നമുക്കറിയാം, കണ്ണൂർ ADM നവീൻ ബാബു മരിച്ച കേസിലായിരുന്നു അത്തരത്തിൽ ആരോപണ വിധേയനായിരുന്നു പി ദിവ്യ. തുടർന്നാണ് പി ദിവ്യയെ അത്തരത്തിൽ ഒരു മാധ്യമ ശ്രദ്ധയടക്കം കിട്ടുന്ന ഒരു സാഹചര്യം അടക്കം ഉണ്ടായത്. തുടർന്നാണ് ഇപ്പോൾ മാധ്യമങ്ങളെ പരിഹസിക്കുന്ന ഒരു കാഴ്ച കാണാൻ സാധിക്കുന്നതും. ശ്രുതി, ശരി, മാധ്യമങ്ങളെ പരിഹസിച്ചുകൊണ്ടാണ് പി ദിവ്യയുടെ പ്രസംഗം. വിവരങ്ങളാണ് അർച്ചന രവീന്ദ്രൻ നൽകിയത്.